നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉറുമ്പുകളെ വീടുകളിൽ കാണുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ ഇതിനെ വലിയ സംഭവമായിട്ട് കാണാറില്ല എന്നതാണ് സത്യം. എന്നാൽ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ ഉറുമ്പുകളുടെ വരവില് ശുഭവും അശുഭവുമായിട്ടുള്ള സൂചനയുണ്ട് എന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമെങ്കിലും സംഗതി സത്യമാണ്. ജ്യോതിഷപ്രകാരം ഉറുമ്പുകൾ വീട്ടിൽ വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല, ഭാവിയിലെ നഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകുന്നുവെന്നാണ് പറയുന്നത്. സാധാരണ നനഞ്ഞ സ്ഥലത്ത് നിന്നും പലപ്പോഴും ഉറുമ്പുകൾ പുറത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകാം, അല്ലെ? ഉറുമ്പുകളുടെ ആഗമനത്തിലുള്ള ശുഭ അശുഭ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഉറുമ്പുകൾ നെയ്യ് കഴിക്കില്ല എന്ന കാര്യം. എന്നിട്ടും നെയ്പാത്രത്തിൽ ഉറുമ്പുകളെ കാണാൻ കഴിയും, അല്ലെ? അതായത് ഒരു അഴുക്ക് പോലും ഇല്ലാത്തിടത്തും ഉറുമ്പുകൾ ദൃശ്യമാകും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനു പിന്നിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ചുവന്ന ഉറുമ്പുകളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സാമ്പത്തികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായിരിക്കും. പണം നഷ്ടപ്പെട്ടു പോകാം, സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. ഇനി അതല്ല എങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ആവശ്യം വരികയും അതുമൂലം നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ കടം വാങ്ങിക്കേണ്ടി വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യവും സംഭവിക്കാം. ചുവന്ന ഉറുമ്പുകൾ അനാവശ്യ വായ്പകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ചുവന്ന ഉറുമ്പുകളെ നിങ്ങളുടെ വീട്ടിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ശനിയും നിങ്ങളുടെ ഇഷ്ടദൈവവും നിങ്ങൾക്കൊന്ന് സൂക്ഷിക്കാനുള്ള സൂചനയാണ് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യുക എന്ന മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഗൗരവമായിട്ട് കണ്ട് നമ്മളൊന്ന് നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഒരല്പം ജാഗ്രത പുലർത്തി കഴിഞ്ഞാൽ പലപ്പോഴും ഇതുപോലുള്ള ധനനഷ്ടങ്ങൾ ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തെ മറികടക്കാനുള്ള ഒരു ധൈര്യമായാലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ചുവന്ന ഉറുമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രതിവിധി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാം. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചുവന്ന ഉറുമ്പുകൾ ദോഷകരമാണ് എന്നുള്ള കാര്യം. ചുവന്ന ഉറുമ്പുകൾ കടത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ചുവന്ന ഉറുമ്പിനെ കണ്ടാൽ കൊല്ലുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ ഈ സൂചന നൽകുന്ന ഉറുമ്പുകളെ കൊല്ലരുത്. അതായത് നിങ്ങൾക്ക് അവ കാട്ടിത്തരുന്നത് ഒരു ലക്ഷണമാണ്, നിങ്ങൾക്കിത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് അത് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒപ്പം അവയെ കൊല്ലാതെ തുരത്താനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഉറുമ്പുകൾ വരുന്ന സ്ഥലത്ത് നാരങ്ങ, കായം, കുരുമുളക് അല്ലെങ്കിൽ ഗ്രാമ്പു എന്നിവ വയ്ക്കുക. ഈ രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉറുമ്പുകളെ തുരത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് കറുത്ത ഉറുമ്പിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ വീട്ടിലെ പെട്ടെന്ന് കറുത്ത ഉറുമ്പുകളെ കാണുന്നുണ്ട് എങ്കിൽ അതൊരു ശുഭസൂചനയാണ്. ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഈ മാറ്റം നിങ്ങൾക്ക് പ്രയോജനകരമായി തീരും. ഇത് നിങ്ങളുടെ കുടുംബത്തിന് വളരെയധികം നല്ലതായിരിക്കും. പക്ഷെ ഇതിനർത്ഥം ഉള്ള കാലം മുഴുവൻ ഈ ഉറുമ്പുകൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നല്ല കേട്ടോ. കറുത്ത ഉറുമ്പുകളുടെ വരവ് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ അവയുടെ സ്വാഗതത്തിനായിട്ട് മാവ് ഇട്ടുകൊടുക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നത് ഭഗവാന് മനസ്സിലാവുകയും ശേഷം കറുത്ത ഉറുമ്പുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊക്കെയും നമുക്ക് ഭഗവാൻ കാട്ടിത്തരുന്ന സൂചനകളാണ്. അപ്പോൾ അങ്ങനെയൊരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി അതുപോലെ തന്നെ അരിയുടെ ഉള്ളിൽ കറുത്ത ഉറുമ്പുകളെ കണ്ടാൽ അത് കൂടുതൽ സമ്പത്തിന്റെ വരവിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ലാഭം ലഭിക്കുന്ന ഒരു സാഹചര്യവും അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വച്ചിരിക്കുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നും ഉറുമ്പുകൾ പുറത്തു വരുന്നത് കണ്ടാൽ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുക. ഇത് സമ്പത്തിന്റെ പെട്ടെന്നുള്ള വരവിനെയാണ് സൂചിപ്പിക്കുന്നത്.
ഇങ്ങനെ ഉറുമ്പുകളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയും ഉത്തമമായിട്ടുള്ള സമയമാണ് ഇത് എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഉറുമ്പുകൾ പോകുന്ന ദിശയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. വടക്ക് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ നിന്ന് ഉറുമ്പുകൾ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഉറുമ്പുകൾ വരുന്നത് കിഴക്ക് ഭാഗത്ത് നിന്നാണ് എങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള വാർത്തകളെയാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖ വാർത്തകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. പടിഞ്ഞാറ് നിന്നുള്ള ഉറുമ്പുകളുടെ വരവ് അനാവശ്യമായിട്ടുള്ള യാത്രയുടെയോ അപ്രതീക്ഷിത ജോലിയുടെയോ സൂചനയായിരിക്കാം. അതായത് വളരെ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക, ജോലിഭാരം കൂടുന്ന ഒരു അവസ്ഥയുണ്ടാകാം. ഇതൊക്കെയും പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുള്ള ഉറുമ്പിന്റെ വരവ് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വീടിന്റെ മേൽക്കൂരയിൽ ഉറുമ്പുകളെ കാണുന്നത്, ഉറുമ്പുകൾ നടന്നു പോകുന്നതൊക്കെ കാണുന്നതും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കറുത്ത ഉറുമ്പുകൾ ശുഭസൂചകമാണ് എന്ന് പറഞ്ഞു. കറുത്ത ഉറുമ്പുകൾ കൂട്ടമായിട്ട് എത്തുന്നത് പൊതുവെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതേസമയം തന്നെ ഇതിന് ദോഷകരമായിട്ടുള്ള മറ്റൊരു വശം കൂടിയുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയും ഇത് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുന്ന സമയത്ത് ആ ഒരു വശം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വീടിന്റെ ചുവരിലാണ് നിങ്ങൾ ഉറുമ്പിനെ കാണുന്നതെങ്കിൽ അവ വീടിന്റെ ചുവരിന്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും മുകളിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അത് നല്ല ലക്ഷണമാണ്. ഇത് വികസനത്തെയും പുരോഗതിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇനി അതല്ല, ഉറുമ്പുകൾ മുകളിൽ നിന്ന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കുറച്ച് നഷ്ടം സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഉറുമ്പുകൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഉയർച്ചയെയും അതുപോലെ തന്നെ ഉറുമ്പുകൾ താഴേക്ക് ഇറങ്ങി വരുന്നതാണ് കാണുന്നതെങ്കിൽ അത് തളർച്ചയെയുമാണ് കാണിക്കുന്നത്. ചുവന്ന ഉറുമ്പുകൾ വീട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിട്ടും കണക്കാക്കാറുണ്ട്. ചുവന്ന ഉറുമ്പുകൾ മാത്രമല്ല, തേനീച്ചക്കൂടുകളായാലും ചിതലും ഒക്കെ വീട്ടിൽ കാണുന്നത് ഒരു മോശം അടയാളം തന്നെയാണ്. വാസ്തുപ്രകാരം ഇതും ഈ പറഞ്ഞതുപോലെ കുടുംബനാഥന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അപ്പോൾ വീട്ടിൽ ഉറുമ്പുകളെ കാണുന്ന സമയത്ത് നല്ല ലക്ഷണങ്ങളും അതുപോലെ തന്നെ ചീത്ത ലക്ഷണങ്ങളും നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യുക. ഒപ്പം നല്ലതായാലും ചീത്തയായാലും ഉറുമ്പുകളെ കൂടുതൽ കാലം നമ്മുടെ വീടിനുള്ളിൽ വച്ച് പുലർത്താനായിട്ട് പാടില്ല. അതിനെ തുരത്താനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, എന്നാൽ ഒരിക്കലും അതിനെ കൊല്ലാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.